Hi all, welcome to my YouTube channel Beauty of Life. It's me അതുല്യ. ഭക്ഷണം നമുക്ക് ഏവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മുടെ ആരോഗ്യവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒന്ന്. ഈ ബിസി ലൈഫിൽ ഭക്ഷണവുമായി റിലേറ്റ് ചെയ്ത് നമുക്കൊപ്പമുള്ള ആളാണ് ഫ്രിഡ്ജ്. ഓക്കെ, എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ എത്രയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൂടായ ഭക്ഷണം എപ്പോഴാണ് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുക? ഭക്ഷണ സാധനങ്ങൾ കുത്തി നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ ഭക്ഷണം സുരക്ഷിതവും പുതിയതുമായി നിലനിർത്താൻ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തേത് ശരിയായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിലും ഫ്രീസറിൻ്റെ താപനില -18 ഡിഗ്രി സെൽഷ്യസിലും താഴെയായി സെറ്റ് ചെയ്യണം. കാരണം 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ച അതിവേഗമാണ്. സെക്കൻഡ് പോയിന്റ്, ഓരോരോ ഫുഡ് ഐറ്റംസും ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ സ്റ്റോറേജ് ടൈം പീരീഡിന് മുകളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക. പാചകം ചെയ്ത ഭക്ഷണം 3 to 4 ഡേയ്സ്, ഫ്രഷ് മീറ്റ് 1 to 2 ഡേയ്സ്, ഫിഷ് 1 to 2 ഡേ, എഗ്ഗ് 3 to 5 വീക്സ്, ഡയറി പ്രോഡക്ട്സ് എക്സ്പയറി ഡേറ്റ് വരെ. തേർഡ് പോയിന്റ്, എയർ ടൈറ്റ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുക. ഇവയിൽ ഭക്ഷണം സൂക്ഷിക്കുക. മൂടിയില്ലാതെയോ ഓപ്പൺ ക്യാനുകളിലോ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കരുത്. എയർ ടൈറ്റ് കണ്ടെയ്നറുകളും സിപ്ലോക്ക് കവറുകളും ഉപയോഗിക്കാം. ഇത് ക്രോസ് കണ്ടാമിനേഷനും ബാഡ് സ്മെല്ലും ഉണ്ടാകുന്നത് തടയും. ഭക്ഷണത്തിന്റെ ഫ്രഷ്നെസ്സും ഗുണനിലവാരവും അതുപോലെ നിലനിർത്തുകയും ചെയ്യും. ഫോർത്ത് പോയിന്റ്, ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കുക. ഫ്രിഡ്ജിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് സാധനങ്ങൾ ഞെക്കി ഞെരുക്കി വെച്ചാൽ എയർ ഫ്രീ ആയി സർക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തണുപ്പ് ലഭിക്കില്ല. ഇത് ഭക്ഷണം നശിച്ചു പോകാൻ കാരണമാകും. ഫിഫ്ത്ത് പോയിന്റ്, പാചകം ചെയ്ത ഭക്ഷണവും റാ ഫുഡ്സും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. കുക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഷെൽഫിന് മുകളിൽ വെക്കുക. ഫിഷ്, മീറ്റ് ഇവയൊക്കെ താഴത്തെ ഷെൽഫിൽ അടച്ചു സൂക്ഷിക്കുക. സീൽ ചെയ്ത് വെക്കാം. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഇതിൽ നിന്നുള്ള ഡ്രോപ്സ് വരുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വർക്ക് റിലേറ്റഡ് ആയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നവരാണെങ്കിലോ ഫ്രിഡ്ജിലുള്ള പഴയ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കേസിൽ ഫുഡ് ഡേറ്റ് വെച്ച് ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമാകുമല്ലേ? അതെ. സിക്സ്ത് പോയിന്റ്, ലേബൽ ആൻഡ് ഡേറ്റ് ഫുഡ്. ഇത് പഴകിയ ഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ സമയമാകുന്നതിന് മുൻപ് തന്നെ ഉപയോഗിക്കാനും സഹായിക്കും. സെവൻത് പോയിന്റ്, ചൂട് ഭക്ഷണം നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ചൂട് ഭക്ഷണം റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലെ താപനില ഉയരും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ഭക്ഷണങ്ങളിൽ ബാക്ടീരിയ ഉണ്ടാകുന്നതിന് കാരണമാകും. മാത്രമല്ല കൂടുതൽ പവർ എടുക്കും, കറണ്ട് ബില്ലും കൂടും. 8 പോയിന്റ്, റെഗുലർ ക്ലീനിങ്. നമ്മൾ ഫ്രിഡ്ജ് വീക്ക്ലി വൺസ് എങ്കിലും ക്ലീൻ ചെയ്യുക. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഈ മീറ്റിൽ നിന്നൊക്കെ ഉള്ള സ്റ്റെയിൻസൊക്കെ വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിരിക്കണം. ഇനി അങ്ങനെയല്ല, ഷെൽസ്, ഡ്രോയേഴ്സ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം. സോപ്പോ വാം വാട്ടറോ ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് ക്ലീൻ ചെയ്യാം. ശുചിത്വം ഭക്ഷണത്തിനും ആരോഗ്യത്തിനും പ്രധാനമാണല്ലോ. 9th പോയിന്റ്, ചെക്ക് എക്സ്പയറി ഡേറ്റ്. കാലാവധി കഴിഞ്ഞ പഴകിയ ഭക്ഷണങ്ങൾ ഉടനെ തന്നെ നീക്കം ചെയ്യണം. അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ പോലെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ആരോഗ്യവും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും സംരക്ഷിക്കാനുള്ള നിബന്ധനകളാണ്. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.